ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ്. ഇന്നത്തെ വീഡിയോ ക്ലീനിങ് റൂട്ടീനാണ് കേട്ടോ. എൻ്റെ ഡെയിലി ഉള്ള ഒരു ക്ലീനിങ് റൂട്ടീനാണ് ഞാൻ കാണിക്കാൻ പോണത്. ദിവസം നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ക്ലീനിങ്, പിന്നെ ചെറിയ ചെറിയ ടിപ്സും ട്രിക്സും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടും കാണാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ കാണാം. ഞാൻ കുക്കിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യൽ. ഇപ്പോൾ അതാ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള സാമ്പാറും ചെമ്മീൻ റോസ്റ്റും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ലഞ്ചിൻ്റെയും പ്രിപ്പറേഷനും ഒക്കെ കഴിഞ്ഞിട്ടതിന് ശേഷമാണ് ക്ലീനിങ് മൊത്തമായിട്ടും തുടങ്ങുക. അപ്പോൾ നമ്മൾ പാത്രം കഴുകാനുള്ളതൊക്കെ കുക്കിങ്ങിൻ്റെ ഇടയിൽ കൂടെ തന്നെ വരുന്ന പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി വെക്കലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കുറച്ചൊക്കെ എക്സ്ട്രാ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, സിങ്കിലൊക്കെ ഉണ്ടാവും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തന്നെ ചിലപ്പോൾ അവിടെയും ഇവിടെയൊക്കെ ഓരോന്നൊക്കെ ഇരിക്കുന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ട് ഫുള്ളായിട്ടും പാത്രങ്ങൾ ക്ലീൻ ആക്കുകയാണ് എല്ലാം ആദ്യം ചെയ്യുന്നത്. ആദ്യം പാത്രങ്ങളെല്ലാം എടുത്ത് ക്ലീനാക്കി വെച്ചതിന് ശേഷം പിന്നെ കൗണ്ടർ ടോപ്പിലൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇറക്കി വെച്ചിട്ടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ സാധനങ്ങളൊക്കെ അതിൻ്റെ സ്ഥാനത്തേക്കൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിടുകയാണ്. പിന്നെ അടുത്തായിട്ട് സ്റ്റൗവാണ് ക്ലീൻ ചെയ്യുന്നത്. ഇന്നിപ്പോൾ കുക്ക് ചെയ്തപ്പോൾ സ്റ്റൗ കൂടുതലായിട്ട് മെസ്സായിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചിടാനേ ഉള്ളൂ. അല്ലെങ്കിൽ കൂടുതലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എണ്ണയൊക്കെ തെറിച്ച് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സോപ്പൊക്കെ ഇട്ടിട്ട് കഴുകും. ഇപ്പോൾ അത് അത്യാവശ്യം നമ്മൾ ആ കിച്ചണിലുള്ള അടുക്കിപ്പെറുക്കലുകളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടിച്ചു വാരാനും തുടക്കാനും ഒക്കെയാണ് ഉള്ളത്. അത് എല്ലായിടത്തും അടുക്കിപ്പെറുക്കൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ ചെയ്യുക. ബാക്കിയുള്ള ഭാഗത്തേക്കൊന്നും ഞാൻ നോക്കിയിട്ടേ ഇല്ല. അതൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. സാധാരണ അങ്ങനെ നമ്മൾ കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിച്ചണിലുള്ള കാര്യങ്ങൾ, കുട്ടിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ് ചെയ്യൽ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കി ഭാഗത്തേക്കൊക്കെ പോവൽ കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ കിച്ചണിനോട് ചേർന്നിട്ടുള്ള ഒരു പാസേജാണ്. അപ്പോൾ അവിടെ ആണ് അനാമ ഉണ്ടാവുക. ഓലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓള് റൂമിലേക്കൊന്നും പോകില്ല. ഓള് ഇവിടെയൊക്കെ ഇങ്ങനെ കളിച്ച് നിൽക്കും ഞാൻ കിച്ചണിൽ വർക്ക് ആയിട്ട് നിൽക്കുന്ന സമയത്ത്. അപ്പോൾ അവിടെ മാക്സിമം കിട്ടുന്നത് ഓള് കൊണ്ടുവന്ന് പരത്തും. അപ്പോൾ പൊട്ടുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ എടുത്തു വെക്കും. അല്ലാത്തതൊക്കെ പിന്നെ ഞാൻ ക്ലീൻ ആക്കുന്ന സമയത്താണ് എടുത്ത് വെക്കൽ. ഇത് കുട്ടികൾ കിടക്കുന്ന റൂമാണ്. അപ്പോൾ ഓരോ കിടക്കലും പഠിക്കലും ഒക്കെ ഇവിടെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ബെഡും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ കിടക്കുകയാണ്. ഒരു പോയപ്പോഴുള്ള ഒരു ജഗപ്പൊക്കെയാണ് ഈ കാണുന്നതൊക്കെ. ഡ്രസ്സും കാര്യങ്ങളും ബുക്ക് എല്ലാം ഉണ്ടാവും അങ്ങനെ കിടക്കുന്നത്. മറ്റു റൂമിലാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ. ഞാൻ മൊത്തത്തിലുള്ള ക്ലീൻ ചെയ്യുന്നതിൻ്റെ മുന്നത്തെ ഇതൊന്ന് കാണിച്ചു തരാനിട്ടല്ല. വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും രാവിലത്തെ ഒരു കുട്ടികളെ പൂക്കും ഇതൊക്കെ കഴിയുമ്പോൾ ഉണ്ടാവുക. ബെഡും ഒന്നും ബെഡ്ഷീറ്റും ഇതൊന്നും ഞാൻ എണീക്കുമ്പോൾ തന്നെ ഒന്നും നന്നാക്കലൊന്നുമില്ല. ഒക്കെ ഒരുമിച്ച് ക്ലീനിങ്ങിൻ്റെ സമയത്താണ് എല്ലാം കൂടിയും ചെയ്യൽ. അപ്പോൾ ഇനി ബെഡ്റൂമിൽ നിന്നാണ് കേട്ടോ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം അവിടെയൊക്കെ പരന്ന് കിടക്കുന്ന തുണികളും ഒക്കെ മെഷീനിലിടാനുള്ളതൊക്കെ എടുത്തിടുക. പിന്നെ ഒന്ന് ഒതുക്കലാണ് ഫുള്ള്. ഓരോന്ന് എടുത്തിട്ടുള്ളതും ടോയ്സും ഒക്കെ പെറുക്കി വെക്കലും ഇതൊക്കെയാണ് അടുത്ത പണികൾ. അപ്പോൾ ടോയ്സൊക്കെ ആണെങ്കിൽ രാത്രി തന്നെ കിടക്കുന്നതിൻ്റെ മുന്നേ തന്നെ അവരെ കൊണ്ട് എടുത്ത് വെപ്പിക്കും. എന്നാലും രാവിലെ എണീറ്റാലും കുറച്ച് നേരമൊക്കെ അനാമക്കുടങ്ങി നിൽക്കുമ്പോൾ ഓളൊക്കെ ഉള്ളതൊക്കെ വലിച്ചിടും. അപ്പോൾ ഓളയും കൂട്ടും ഇതൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ബെഡൊന്ന് നന്നാക്കിയിടലാണ്. അപ്പോൾ ബെഡ് നന്നാക്കിയിടാൻ ഞാൻ കാണിച്ചിട്ടുണ്ട് മുന്നത്തെ ഒരു വീഡിയോയിൽ. ഇങ്ങനെ നമ്മൾ ബെഡ്ഷീറ്റ് ഇടുമ്പോൾ ഷീറ്റായിട്ടുള്ള ഫിറ്റഡ് ഷീറ്റായിട്ടല്ലാത്ത ബെഡ്ഷീറ്റുകളുണ്ടല്ലോ, നോർമൽ ഷീറ്റ്. അപ്പോൾ അത് നമ്മൾ ഇടുമ്പോൾ ഇങ്ങനെ ബെഡിനെ ഒപ്പിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ നോട്ട് ചെയ്തിട്ടിട്ട് ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 4 സൈഡിലും കെട്ടി വെച്ചാൽ ആ ഒരു ബെഡ് കവർ ഇടുന്ന അതേ ഒരു ഇതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അങ്ങനെ പിന്നെ ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് ഫുള്ളായിട്ടും എന്താ പറയുക എടുത്തിട്ട് വിരിക്കേണ്ട ഒരു അവസ്ഥയൊന്നും വരില്ല. നമുക്ക് ജസ്റ്റ് അതൊന്ന് 4 സൈഡൊക്കെ ഒന്ന് വലിച്ചു വെച്ചിട്ട് ഒന്ന് ഫിറ്റ് ആക്കേണ്ട ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് നമ്മളിങ്ങനെ ബെഡ്ഷീറ്റ് ഇട്ടാൽ. ഞാൻ ബെഡ്ഷീറ്റുകൾ ഇടുമ്പോൾ ഇങ്ങനെയാണ് ഇടല്. അല്ലെങ്കിൽ പിന്നെ സൈഡിൽ കൂടെ ഇലാസ്റ്റിക്കുള്ള ആ കവർ മരത്ത് അതാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, ഫിറ്റായിട്ട് തന്നെ കിടന്നോളും. പിന്നെ ജസ്റ്റ് ആ പുതപ്പൊന്ന് ശരിയായി കഴിഞ്ഞു. കൂടുതൽ പില്ലോ ഒന്നും ബെഡിൽ ഇടലില്ല കേട്ടോ. കാരണം കിടക്കുന്ന സമയത്ത് ഒക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഇപ്പോൾ അത്യാവശ്യം ബെഡ്റൂമിലൊക്കെ ഉള്ള അടുക്കിപ്പെറുക്കലുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി അത് കഴിഞ്ഞ് നേരെ കുട്ടികളുടെ റൂമിലേക്കാണ് പോകുന്നത്. അവിടെയാണ് കൂടുതലായിട്ട് വർക്ക് ഉണ്ടാവുക. അപ്പോൾ ഓരോ ബെഡ്ഷീറ്റും തലേണിയും ഇതൊക്കെ ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കബോർഡ് ഉണ്ട്, അവിടെയാണ് അതൊക്കെ വെക്കൽ. പിന്നെ ഈ ബെഡ്ഷീറ്റ് ഇത് സിംഗിൾ ബെഡാണ്. ഇതിനും ഇതുപോലെ തന്നെ ഞാൻ ബെഡ്ഷീറ്റ് നല്ല ഫിറ്റാക്കി തന്നെയാണ് ഇടല്. അപ്പോൾ അതുകൊണ്ട് അതും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ 4 സൈഡും വലിച്ചു കൊടുക്കാനേ ഉള്ളൂ. പിന്നെ ഇത് ഫോൾഡ് ചെയ്യുന്ന ബെഡാണ്. അപ്പോൾ അത് ഫോൾഡ് ചെയ്തിട്ട് അപ്പുറത്തെ റൂമിൽ കൊണ്ടുപോയി വെക്കും. രണ്ടാളും ഇങ്ങനെ ഓരോ ഇതിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബുക്സും കാര്യങ്ങളൊക്കെ കുറേ നിരത്തിയിട്ടുണ്ടാവും, ഫയലുകളും പേപ്പറും അതും ഇതൊക്കെ. അപ്പോൾ ഒരിക്കൊക്കെ നമ്മളെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആവശ്യം ഉണ്ടാവും. എന്നിട്ട് കഴിഞ്ഞാൽ ഇവൾ ഇതൊക്കെ നിരപ്പാക്കും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്നെടുത്ത് ഒതുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി ഈ ഒരു ഏരിയയും കൂടിയാണ് ഞാൻ നന്നാക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ പിന്നെ ഓൾക്കാണ്ട് ഒഴിച്ചു കൊടുക്കലാണ് കേട്ടോ. കിച്ചണിലെ വാട്ടർ ബോട്ടിലടക്കം ഇവിടെ കൊണ്ടുവന്ന് വെക്കും. അവൾക്ക് നീക്കാൻ പറ്റുന്നത് എടുക്കാൻ പറ്റുന്നതൊക്കെ ഉരുട്ടിയിട്ടും നീക്കിയിട്ടും കൊണ്ടുവന്നിടും. പിന്നെ ഞാൻ മൈൻഡാക്കില്ല, കാരണം ഓൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണി വേണ്ടേ. അല്ലെങ്കിൽ ഓൾ അങ്ങനെയൊക്കെ കളിച്ച് നിന്നാൽ ഇപ്പോൾ ഓളെ സമയം പോയിക്കോളും. നവനോൾ അവിടെ തന്നെ ഉണ്ടാകുമ്പോൾ നമുക്ക് കാണുകയും ചെയ്യാമല്ലോ ഓൾ അവിടെ ഉണ്ടെന്നുള്ളത്.
ടേബിളിൻ്റെ ചെയറിനൊക്കെ നമ്മളിങ്ങനെ ഫിറ്റായിട്ടുള്ളൊരു കവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനങ്ങനെ സീറ്റിനൊക്കെ ഇങ്ങനെ സ്ക്രാച്ചസ് വന്നപ്പോൾ ഇട്ട് കൊടുത്താണ്. ഞാൻ ചെയറുമലൊക്കെ എടുത്തിടും, ഓള് എല്ലാത്തുമ്മലും അതൊക്കെ വലിച്ചിടും. അത് ഊരിയെടുക്കാൻ പറ്റുന്നതൊക്കെ ഊരിയെടുത്തിടും, അങ്ങനെയൊക്കെ ചെയ്യലാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതൊക്കെ ഒന്ന് ശരിക്കാക്കി ഇടുന്നുണ്ട്. എന്നാലും കുറച്ച് കഴിയുമ്പോൾ എടുത്തിടും. എന്നാലും നമ്മളതൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചിട്ട് ടേബിൾ ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യമുള്ള അടുക്കി പെറുക്കലുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരുകയാണ്, ഫുള്ളായിട്ടൊന്ന് അടിച്ചു വാരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ എന്താ പറയുക, നമ്മൾ തന്നെ ഇങ്ങനെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ തന്നെ ഒന്ന് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ലേ. ഇപ്പോൾ ഡെയിലി ചെയ്യുന്ന ക്ലീനിങ്ങുകളുണ്ട്, വീക്കിലി ചെയ്യുന്നതുണ്ട്, ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ചെയ്യുന്നുണ്ട്, 2 ആഴ്ച കൂടുമ്പോൾ ചെയ്യുന്നത്, മന്ത്ലി, കൊല്ലത്തിലൊരിക്കൽ, അങ്ങനെയൊക്കെ നമ്മൾ ക്ലീനിങ്ങുകൾ ഇങ്ങനെ പാർട്ടിഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഞാനും അങ്ങനെ ഓരോന്നോരോന്ന് അങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാം ഒന്നും നമ്മളെ കൊണ്ട് ദിവസം നടക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ. അപ്പോൾ ഡെയിലി അടിച്ചു വാരും, ഇതേപോലെ ഒന്ന് അടുക്കി പെറുക്കും, അടിച്ചു വാരും. ഇതാണ് ഡെയിലി ഉള്ള ക്ലീനിങ്. പിന്നെ ഓൾട്ടർനേറ്റ് ഡേയ്സിലൊക്കെയാണ് അതിൻ്റെ കൂടെ തുടക്കലും കൂടി വരുന്നത്. പിന്നെ ഈ പൊടി തട്ടൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി നമ്മൾ കൂടുതൽ വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തുക. ഞാൻ വീഡിയോയിൽ പറയലുണ്ട്, സാധാരണ അധികം തുറക്കാത്ത ദിവസങ്ങളിലൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കൽ. അപ്പോൾ അന്ന് പണി കുറവായിരിക്കുമല്ലോ. ഇന്നിപ്പോൾ അടിച്ചു വാരൽ മാത്രമല്ല, ഇന്നിപ്പോൾ തുറക്കാനും കൂടി ഉണ്ട്. അപ്പോൾ ഞാനിത് പുതിയ സ്പ്രേ മോപ്പ് വാങ്ങിയതാണ്. ഞാൻ അതിൻ്റെ മുന്നേ ഒരു സ്പ്രേ മോപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കുറേ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതിലിതാ ഈ ഒരു സ്പേസിലാണ് നമ്മൾ ബോട്ടിൽ വെക്കാനുള്ള സ്പേസ്, അവിടെയാണ് ബോട്ടിൽ വെച്ച് കൊടുക്കേണ്ടിട്ട്. ആ ബോട്ടിൽ ഞാനിപ്പോൾ എടുത്താൽ വെള്ളമാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം അത് ഫിറ്റ് ചെയ്യുന്നതൊക്കെ. പിന്നെ എൻ്റെ താഴെ ഒരു ക്ലോത്താണ്, മൈക്രോ ഫൈബറിലുള്ളൊരു ക്ലോത്താണ്. അത് നമുക്ക് വാഷബിളാണ്, നല്ല കംഫർട്ടാണ് കേട്ടോ ഇത് യൂസ് ചെയ്യാൻ. പിന്നെ അത് മേലെ ഒരു ഗണ്ണുണ്ട്. അപ്പോൾ ഈ ഒരു ഗണ്ണ് പോലെയുള്ള ഇതിങ്ങനെ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ താഴെ സ്പ്രേ ആയിട്ട് വെള്ളം വരും. ഞാനിപ്പോൾ ഇത് ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ഒരു വീഡിയോയിൽ, ഞാൻ നോമ്പിൻ്റെ സമയത്ത് ചെയ്തൊരു വീഡിയോയിൽ ഇങ്ങനെ റഫായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ആ ബോട്ടിലാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. ആ വെള്ളത്തിൽ കുറച്ച് പുൽത്തൈലാണ് ഞാൻ ഒഴിക്കുന്നത്. നമുക്ക് എന്ത് ഡിസിൻഫെക്റ്റൻറ്റ് വേണമെങ്കിലും ഒഴിക്കാം, ഡെറ്റോളോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പുൽത്തൈലാണ് ഒഴിച്ചിട്ടുള്ളത്. ഞാനിത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് അവിടെ ആ ഒരു ഫിറ്റ് ചെയ്യുന്ന ആ ഒരു ഹോൾ ഞാൻ കാണിച്ചു തന്നില്ലേ, അതിമ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. ആ ഒരു സ്പേസിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ അത് അവിടെ ഫിറ്റ് ആയിക്കോളൂ കേട്ടോ. ഒരുപാട് പണിയൊന്നുമില്ല, നല്ല ഈസിയാണ്. പിന്നെ ആ ഒരു ഗണ്ണ് പിടിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ വെള്ളം ഇങ്ങനെ സ്പ്രേ ആവും. അപ്പോൾ നമുക്ക് തുടക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിത് വീഡിയോയിൽ മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അന്ന് കുറേ ആൾക്കാർ ഓരോരോ ഡൗട്ടുകളായിട്ട് പിന്നെ ചോദിച്ചപ്പോഴാണ് നമ്മൾ കാണിച്ചത് അത്ര ക്ലിയർ ആയിട്ടില്ല എന്നുള്ളത് മനസ്സിലായത്. പുൽത്തൈലം എവിടെയാണ് കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുൽത്തൈലം ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. നമുക്ക് പുൽത്തൈലം തന്നെ ഒഴിക്കണം എന്നൊന്നുമില്ല, ഏത് ഡിസിൻഫെക്റ്റൻറ്റ് വേണമെങ്കിലും ഒഴിക്കാനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക, തുടക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഈസിയാണിത്. നമ്മൾ ബക്കറ്റും വെള്ളവും ഒന്നും കൊണ്ട് നടക്കണ്ട. പിന്നെ നമ്മളെ കൈ നനയാത്ത പരിപാടിയാണ് ഇത്, വെള്ളത്തിൽ മുക്കിയെടുത്തിട്ടൊന്നും അല്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്കൊരു മടി വരുന്നത്. അപ്പോൾ ഇത് വെച്ചാകുമ്പോൾ എളുപ്പമുണ്ട് തുടക്കാൻ. നല്ല സ്മൂത്തായിട്ടുള്ള നിലം, അതായത് ഇപ്പോൾ ഫ്ലോറിംഗ് ഒക്കെ നല്ല ടൈലും എല്ലായിടത്തും ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനത്തെ ഫ്ലോറിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ റഫായിട്ടുള്ളിടത്തൊന്നും യൂസ് ചെയ്താൽ അതുകൊണ്ട് വലിയ കാര്യം ഉണ്ടാവില്ല കേട്ടോ. ഇതിങ്ങനെ കുറച്ച് നല്ല സ്മൂത്തായിട്ടുള്ളതാണെങ്കിൽ ഇപ്പോൾ കണ്ട നമ്മളിങ്ങനെ അടിച്ചു വാരുമ്പോൾ കിട്ടാത്ത ചില പൊടികൾ അല്ലെങ്കിൽ മുടി അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, ചെറിയ വല്ല നമ്മൾ കണ്ണ് കാണാൻ പറ്റാത്ത, അതൊക്കെ ഇങ്ങനെ തുടച്ചെടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് പോരും. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ തുടക്കാൻ പറ്റും. പിന്നെ ഓരോ സ്ഥലത്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കട്ടിലിൻ്റെ താഴെ അങ്ങനെ എല്ലാത്തിൻ്റെ താഴെ കൂടിയൊക്കെ കൊണ്ടുപോകാൻ പറ്റും. കോർണറിൽ ഒക്കെ നല്ല ക്ലീൻ ആകുന്നുണ്ട്. പിന്നെ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് ആണെന്ന് പറയില്ല, ക്ലോത്ത് നമുക്ക് എടുത്തിട്ട് മെഷീനിൽ വേണമെങ്കിൽ അങ്ങനെ വാഷ് ചെയ്യുക, കയ്യിൽ ഹാൻഡ് വാഷായിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അത് നമുക്ക് ഡെയിലി വാഷ് ചെയ്ത് വെക്കാനും കൂടി പറ്റുന്നതുകൊണ്ട് അത് വൃത്തിയുള്ള തന്നെയാണ്, നല്ല തന്നെയാണ് കേട്ടോ അങ്ങനെ ചെയ്യാൻ. പിന്നെ ഇപ്പോൾ കണ്ട ഇപ്പോൾ ഈ ടേബിളിൻ്റെ ഈ ഏരിയയിലൊക്കെ എന്ന് പറയുമ്പോൾ കുട്ടികളൊക്കെ ഫുഡൊക്കെ ആക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തുടക്കേണ്ടി വരും. താഴേക്ക് പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ താഴേക്ക് എന്തെങ്കിലുമൊക്കെ ആക്കുമല്ലോ. അപ്പോൾ നമുക്ക് അതൊക്കെ തുടക്കാൻ നമ്മൾ ഈ ബക്കറ്റും വെള്ളവും എടുത്തുകൊണ്ട് നടക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഈ ഒരു ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നമുക്ക് മോപ്പ് ചെയ്യാൻ പറ്റണ തന്നെയാണ്. അപ്പോൾ നല്ല ഈസിയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് മുന്നേ ഉണ്ടായിരുന്ന ബോട്ടിൽ കംപ്ലയിൻ്റ് ആയിട്ടുണ്ടായിരുന്നു, സ്പ്രേ വരുന്നില്ലേനു, കുറേ ഞാൻ വാങ്ങിയിട്ട്. അപ്പോൾ പിന്നെ അതൊന്നും മാറ്റി പുതിയത് എടുത്തപ്പോൾ ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് അതും കൂടി ഇതിലും കൂടി ഒന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. കാരണം കുറേ ആൾക്കാർ അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ശരിക്കും അതിൻ്റെ വർക്ക് ചെയ്യുന്ന രീതിയും ബോട്ടിൽ വെക്കുന്നതും ഇതൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ സംശയമൊക്കെ മാറിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. അപ്പോൾ നമ്മളെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു, അതിൻ്റെ ഇടയിൽ തുടക്കലൊക്കെ കഴിഞ്ഞു. ഒരു മാക്സിമം 15-20 മിനിറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഒരു ക്ലീനിങ് ഒക്കെ ചെയ്യൽ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് കുറഞ്ഞ ഏരിയ ഉള്ളൂ, അതുകൊണ്ടായിരിക്കാം ഒരു 10-20 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റണത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, എന്നാലും നമുക്കൊരു വീട്ടിലൊക്കെ അല്ലേ, കൂടുതലായിട്ടൊന്നും ചെയ്യാൻ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നിങ്ങളുടെ എന്തെങ്കിലും ടിപ്സും ട്രിക്സും ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്കും അത് ഉപകാരമായിരിക്കും.
അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്കിനിയും കാണാം. താങ്ക്